ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ് ഗേസ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 10 മിനിറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഗേസ്. അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ, നമ്മൾ അടിച്ചു പൊളിക്കണ്ടേ. റെഡ് കളറിലെ ഒരു കുർത്തിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വാങ്ങിയതാണ്. പിന്നെ എനിക്ക് വണ്ണം കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല. ഇപ്പം എനിക്ക് ഇന്ന് ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറൊരു റെഡ് കളറിലെ ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പോയി നലമാര തപ്പിപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇരിക്കുന്ന കണ്ടു. വീട്ടു നോക്കിയപ്പം പാകമായിട്ടുണ്ട്. അപ്പം ഞാൻ ക്രിസ്മസ് മേക്കപ്പ് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതി ഓടി വന്നു വീഡിയോ എടുക്കുകയാണ് ഗെയ്സ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആർക്കും എന്നെ അറിയത്തില്ലായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ പേര് ആതിര എന്നാണ്. നമ്മുടെ ചാനലിലെ ബ്യൂട്ടി കണ്ടന്റുകൾ, അതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സുകൾ, മേക്കപ്പ് പ്രോഡക്ട്സുകളുടെ റിവ്യൂസ്, പിന്നെ കുറച്ച് വ്ളോഗ്സ് ഒക്കെ ആയിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗെയ്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗെയ്സ്. അപ്പോൾ എൻ്റെ ഒരു മേക്കപ്പ് ഇടാത്ത പോലെ ഇതാണ്. അപ്പം ഞാൻ ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് ഹൈഡ്രേറ്റിംഗ് ഗ്ലോ ഫേസ് വാഷ് വെച്ചിട്ട് മുഖം നന്നായിട്ട് ഫേസ് വാഷൊക്കെ ചെയ്തിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചെടുത്താൽ മതി. ഞാൻ ഇച്ചിരി എടുക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പം ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം മേക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഞാൻ ചെയ്യുന്നത് കൺസീലറാണ്. നമ്മുടെ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ 01 വാം സാൻഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പോൾ എൻ്റെ കളറുമായിട്ട് ചേരുന്നൊരു ഷെയ്ഡ് ഇതാണ്. അപ്പം ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഫിംഗർ ടിപ്പ് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതലിട്ട് അമർത്തി കുളമാക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. കൺസീലർ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടു നോക്കണം. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരുവിധം നമ്മുടെ കളറൊക്കെ ഹൈഡായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ലൂസ് പൗഡറോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പൗഡറോ അതെന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇനി ഫൗണ്ടേഷൻ ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ പൗഡർ ഇട്ട് സെറ്റാക്കിയാണ്. താര പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നല്ല ജാസ്മിൻ്റെ മണമാണ് കേട്ടോ. നല്ല മണമാണ്. ആഹാ, കുറച്ചെടുത്ത് നമ്മുടെ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു ഗെയ്സ്. ഇത് നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ പകുതി മേക്കപ്പ് കഴിഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാനിത് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ലോക്കലായിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ്. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 20 രൂപയുള്ളൂ കേട്ടോ. ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓവറായിട്ടത് വരച്ച് വെക്കുകയാണെന്ന് തോന്നുകയും ചെയ്യരുത്. എങ്കിൽ നമുക്ക് ഇടുമ്പോൾ ഒരാൾ നോക്കുമ്പം പെട്ടെന്ന് നമ്മുടെ കണ്ണിലും പുരുവത്തിലും ആയിരിക്കുമല്ലോ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് എറിച്ച് നിൽക്കണം. ഇനി നമുക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കാം. ഐഷാഡോ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ എന്താണ് ഇതിൽ എപ്പോഴും ഞാൻ ഇടുന്ന ഈ ഒരു ഐഷാഡോയാണ്. ഒരു ന്യൂഡാണ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഐഷാഡോ ഇട്ട് കൊടുക്കാവേ. ആയിട്ട് ഞാൻ താഴും കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് സ്ട്രോപ്പ് ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. ഇത് NYBയുടെ സ്ട്രോപ്പ് ക്രീമാണ്. എനിക്ക് ചേരുത്തൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ഇട്ട് വേണം. ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടുമോയെന്ന് അറിയണമല്ലോ.
അങ്ങനെ മേക്കപ്പിൻ്റെ പകുതി സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്താണ് ഇടുന്നത്. ഇത് ഡാസ്ലറിൻ്റെ DLC 025ഉം ഇത് നമ്മുടെ വീട്ടിനടുത്തുനിന്ന് ലോക്കലായിട്ട് വാങ്ങിയിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കുമാണുള്ളത്. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. മീൻസ് ഞാൻ ആദ്യം ലിപ് ലൈനറൊന്നും വരയ്ക്കുന്നില്ല, ഇട്ട് കൊടുക്കും. ഓക്കെ, ഇതിന് ശേഷം DLC 025. ഞാൻ ലിപ്സ്റ്റിക്ക് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷെയ്ഡിൻ്റെ കൂടെ കുറേ ഷെയ്ഡുകൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഇത് മാത്രമല്ല, വേറെ ഇതിൻ്റെ ഡാസ്ലറിൻ്റെ തന്നെ വേറെ 2 ഷെയ്ഡും കൂടെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോഴാണ് ഗൈസ് ശ്രദ്ധിച്ചത്, കണ്ണ് എഴുതിയിട്ടില്ല. അപ്പം നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഇത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. ഹാപ്പിക്കുട്ട ഇവിടെ കിടന്നുറങ്ങുന്നത് കൊണ്ട് ഞാൻ ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുന്നെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഈ ക്യാമറയിൽ നോക്കിയാണ് കണ്ണെഴുതിയത്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് ഗൈസ്. ഒന്ന് കണ്ണാടി നോക്കട്ടെ. ഓക്കെ, ഇതൊരു താഴ്ഭാഗത്തും കണ്ണെഴുതുന്ന ഐലൈനർ വെച്ചിട്ട് തന്നെയാണ്. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് എഴുതി കൊടുക്കുകയാണേ. കണ്ണൊക്കെ എഴുതി കൊടുത്ത് ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കണം. മസ്കാര എൻ്റെ കയ്യിൽ തീർന്നു പോയി. മസ്കാര തീർന്നു പോകുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഐലൈനർ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇരുപത്ത് അല്ല, കൺപീലിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കും. കണ്ടോ? അപ്പോൾ തന്നെ നമ്മുടെ ഐലാഷസൊക്കെ കുറച്ചും കൂടെ. അതിനുശേഷം നമ്മുടെ കയ്യിൽ മസ്കാരയുടെ ഒരു ബ്രഷ് കാണുമല്ലോ, ആ ബ്രഷ് വെച്ചിട്ട്, ബ്രഷ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ ഒരു ബിൽവം അല്ല, ഈ ഒരു കണ്ണ് ശരിയായി. ഇനി അടുത്ത കണ്ണിൽ നമ്മൾ ഐലൈനർ തേച്ച് കൊടുക്കുകയാണ്. അപ്പം 2 കണ്ണും സെറ്റായിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഐലാഷസ് കേളർ അത് വെച്ചിട്ട് കേള് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ പിടിക്കുക. ഇപ്പം ഇത്രയും സംഭവം ശരിയായി. ഇനി പൊട്ട് കുത്തി കൊടുക്കണം. അതിനുശേഷം കമ്മലിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് കമ്മലിട്ട് കൊടുക്കാം. ആദ്യം ഈ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മളൊരു റെഡ് കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എൻ്റെ കമ്മലല്ല, ഇത് നമ്മുടെ ദേവൂട്ടിയുടെ കമ്മലാണ് കേട്ടോ. ലച്ചുവിൻ്റെയും ദേവുവിൻ്റെയും കമ്മലാണ്. ഞാൻ ഇപ്പോൾ പോയെന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഗേസ്. ഓക്കെ, തലമുടി ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം തലമുടി ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. അതിനുശേഷം നമ്മളൊരു മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷമല്ല, നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നു. നമുക്ക് ഈ ഒരു ലുക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി എൻ്റെ പൊട്ടും കൂടെ കുത്തി കൊടുക്കാം. അപ്പം ഞാൻ ഐലൈനർ വെച്ചിട്ടാണ് മിക്കപ്പോഴും പൊട്ട് കുത്താറുള്ളത്. അപ്പോൾ ഇതാണ് ലുക്ക്. ക്രിസ്മസ് തീമിൻ്റെ ഒരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു സംഭവത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതൊന്ന് പരിഹരിക്കണ്ടേ? ആ ഒരു സാധനമാണ്
ഗെയ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയുന്നത്. കൊള്ളാമോ ഗെയ്സ്? കൊള്ളാമോ? നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മുടെ മേക്കപ്പ് ലുക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വേഗം തന്നെ വരാം. ബൈ.